നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസണിൽ FC ബാഴ്സലോണയുടെ ആദ്യ ഒഫീഷ്യൽ മത്സരം ഇന്ന് നടക്കുകയാണല്ലോ. എതിരാളികൾ എൽച്ചെയാണ്. രാത്രി ഇന്ത്യൻ സമയം 1 മണിക്ക് എൽച്ചെയുടെ മൈതാനത്താണ് കളി നടക്കുന്നത്. ആ മത്സരത്തിലുള്ള ബാഴ്സലോണയുടെ സ്ക്വാഡ് ഇപ്പോൾ ഒഫീഷ്യലായി ഹൻസി ഫ്ലിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ചില താരങ്ങളില്ല. ആ താരങ്ങൾ ബാഴ്സലോണയിൽ നിന്ന് തന്നെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അടക്കുന്നതിന് മുമ്പ് പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്ന് ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു. ആരൊക്കെയാണ് ആ താരങ്ങളെന്ന് ആദ്യം നോക്കാം. ഒന്ന് അലിയാൻഡ്രോ ബാൽഡോ, മറ്റൊന്ന് മാർക്ക് കസാഡോ, പിന്നെ ഹെക്ടർ ഫോർട്ട്. ഈ 3 പേര് ബാഴ്സലോണയുടെ സ്ക്വാഡിലില്ല. ഇവർ ആർ നോട്ട് ബാഴ്സലോണ മാച്ച് ദ സ്ക്വാഡ് ഫോർ ടുഡേ ഗെയിം എഗെയിൻസ്റ്റ് എൽച്ചെ. ദേ ഓൾ ഹാവ് ചാൻസസ് ടു ലീവ് ബാഴ്സലോണ ബിഫോർ ദി എൻഡ് ഓഫ് ദി വിൻഡോ എന്നാണ് ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 3 പേര് ഈ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ബാഴ്സലോണ വിടാനുള്ള സാധ്യതയുണ്ട്. അവർ ബാഴ്സയിൽ നിന്ന് പുറത്തേക്ക് എന്ന സൂചനകളാണ് ലഭ്യമായിരിക്കുന്നത്. ബാൽഡെ ഓൾറെഡി പലരോടും ബായി പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ചില സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും ബാഴ്സലോണയുടെ ഈ മത്സരത്തിനുള്ള സ്ക്വാഡ് ആരൊക്കെയാണെന്ന് നോക്കാം. സ്ക്വാഡിലുള്ളത് ഗോൾ കീപ്പർമാരായിട്ട് ജോയൻ ഗാർഷ്യ, ഷെസ്നി, എദർ അലർ എന്നിവരാണ്. പിന്നെ ഡിഫൻഡർമാരായിട്ട് കൻസേലോ, കുബാർസി, ക്രിസ്ത്യൻസൻ, ജെറാർഡ് മാർട്ടിൻ, കൂണ്ടെ, എറിക്ക്, കോർട്ടസ്, പെസ്ക്യുവർ, ചാവി എസ്പാർട്ട് എന്നിവരാണുള്ളത്. മധുരയിലേക്കാണെങ്കിൽ ഗാവി, ഫെർമിൻ, പെഡ്രി, ഓൾമോ, ബെർണാൽ, ബ്രിയാൻ ഫെറിനാസ് എന്നിവരുണ്ട്. മുന്നേറ്റത്തിൽ ലമീൻ യമാൽ, റാഫീഞ്ഞ, അഡയമി, ഗോർഡൻ, ഹംസ, അബ്ദുൽ കരീം എന്നിവരും ഉൾപ്പെട്ടിരിക്കുന്നു. ഏതായാലും നമ്പർ 9 ഹംസ കളിക്കുമോ കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.